അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബാഹിസ് അക്കാദമിയുടെ റിവ്യൂ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായ ഒരു പുസ്തകമാണ്. പേരിൽ തന്നെ ഒരു യാത്രയുടെ സൂചനയുണ്ട്. ഷാർജ ടു കൊച്ചി. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള സാധാരണ യാത്രയല്ല ഈ പുസ്തകം പറയുന്നത്. മറിച്ച് ഒരു മനുഷ്യൻ്റെ അനുഭവങ്ങളിലൂടെയും രുചികളിലൂടെയും കേരളത്തെ പരിചയപ്പെടുത്തുന്ന ഒരു സാഹിത്യയാത്രയാണ് ഈ പുസ്തകം. മുഹമ്മദ് നാബുൽസി രചിച്ച അറബി നോവലിൻ്റെ മലയാള പരിഭാഷയാണ് ഷാർജ ടു കൊച്ചി. അറബി ഭാഷയിൽ ഈ കൃതി തമർ വൽ മസാല എന്ന പേരിലാണ് പ്രസിദ്ധീകരിച്ചത്. മലയാളത്തിലേക്ക് മനോഹരമായി വിവർത്തനം ചെയ്തത് ഡോക്ടർ അബ്ദുൽ ഗഫൂർ ഹുദവി കുന്നത്തൊടിയാണ്. ഇനി നമുക്ക് പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാം. ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ അഭിപ്രായത്തിൽ അത് ഭക്ഷണത്തെ തന്നെ ഒരു കഥയുടെ ഭാഗമാക്കി മാറ്റുന്നു എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ ഭക്ഷണം വെറുമൊരു വിശപ്പടക്കാനുള്ള വസ്തുവല്ലല്ലോ. ഓരോ ഭക്ഷണത്തിനും അതിൻ്റേതായ ഒരു സംസ്കാരമുണ്ട്. ഓരോ രുചിക്കും അതിൻ്റെ പിന്നിൽ ഓരോ ചരിത്രവുമുണ്ട്. പക്ഷേ വിഭവത്തിനും പിന്നിൽ ഒരു മനുഷ്യൻ്റെയും ഒരു നാടിൻ്റെയും ഓർമ്മകളുമുണ്ട്. അത്തരത്തിലുള്ള രുചികളുടെ ലോകത്തേക്കാണ് ഷാർജ ടു കൊച്ചി നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. കഥാകൃത്ത് ഷാർജയിൽ താമസിക്കുന്ന സമയത്ത് മലയാളികൾ താമസിച്ചിരുന്ന ഒരു വീട്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചെറിയ കുറിപ്പാണ് കഥയുടെ യാത്രയ്ക്ക് തുടക്കമാകുന്നത്. അതിലുണ്ടായിരുന്ന പാചകക്കുറിപ്പുകൾ അദ്ദേഹത്തിൽ കൗതുകമുണർത്തുന്നു. ആ കൗതുകം പിന്നീടൊരു യാത്രയായി മാറുന്നു. ആ രുചിയുടെ ഉറവിടം തേടി അദ്ദേഹം കേരളത്തിലെത്തുകയും കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലൂടെയും പ്രത്യേകിച്ച് കൊച്ചിയുടെ വിവിധ അനുഭവങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഭക്ഷണത്തിൻ്റെ രുചിക്കൊപ്പം കേരളത്തിൻ്റെ സംസ്കാരവും മനുഷ്യരും ജീവിത രീതികളും പുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെയാണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഒരു വിദേശ എഴുത്തുകാരൻ്റെ കണ്ണിലൂടെ കേരളത്തെ കാണുകയാണ് നമ്മൾ ദിവസവും കാണുന്ന പല കാര്യങ്ങളും പുറത്തുനിന്നൊരാൾ കാണുമ്പോൾ എത്ര വ്യത്യസ്തമായി തോന്നാമെന്ന് ഈ പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കൊച്ചിയുടെ പശ്ചാത്തലം ഈ കൃതിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കൊച്ചിയുടെ ഭക്ഷണവും സംസ്കാരവും മനുഷ്യബന്ധങ്ങളും യാത്രാനുഭവങ്ങളും കഥയുടെ ഭാഗമായി മാറുന്നു. എഴുത്തുകാരൻ കേരളത്തിലെത്തിയിട്ട് കേട്ടറിഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല എഴുതിയത്. കേരളത്തിലെത്തുകയും പല സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഇവിടുത്തെ ഭക്ഷണങ്ങൾ നേരിട്ട് അനുഭവിക്കുകയും ചെയ്താണ് പുസ്തകം തയ്യാറാക്കിയതെന്ന് ലഭ്യമായ വിവരങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷാർജ ടു കൊച്ചി വായിക്കുമ്പോൾ ഒരു യാത്രാവിവരണത്തിൻ്റെ അനുഭവവും ഒരു നോവൽ വായിക്കുന്ന അനുഭവവും ഒരുമിച്ച് ലഭിക്കുന്നു. ഇനി പുസ്തകത്തിന് മറ്റൊരു പ്രധാന പ്രത്യേകതയിലേക്ക് വരാം. അറബിയിൽ എഴുതപ്പെട്ട ഒരു കൃതി മലയാളത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി ഭാഷ മാത്രമല്ല, എഴുത്തുകാരൻ്റെ സംസ്കാരവും ശൈലിയും അനുഭവങ്ങളും മലയാളി വായനക്കാരന് സ്വാഭാവികമായി അനുഭവപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നതാണ്. ഇവിടെയാണ് ഡോക്ടർ അബ്ദുൽ ഗഫൂർ ഹുദവി കുന്നത്തൊടിയുടെ വിവർത്തനത്തിൻ്റെ പ്രസക്തിയുള്ളത്. വിവർത്തകൻ അറബി ഭാഷയിലും സാഹിത്യത്തിലും പരിചയമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിവർത്തനത്തിലൂടെയാണ് ഈ അറബി കൃതി മലയാളി വായനത്തിലേക്ക് എത്തുന്നത്. ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, എഴുത്തുകാരനായ മുഹമ്മദ് നാബുൽസിയും വിവർത്തകനും ഓൺലൈനിലൂടെയാണ് പരിചയപ്പെട്ടതെന്നും അവർ പുസ്തകത്തിൻ്റെ പ്രവർത്തന കാലത്ത് നേരിൽ കണ്ടിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഒരു പുസ്തകം ഭാഷയുടെ അതിർത്തി കടന്ന് മറ്റൊരു ഭാഷയിലെ വായനക്കാരനിലേക്ക് എത്തുന്നത് തന്നെ വലിയൊരു സാഹിത്യ പ്രവർത്തനമാണ്. അറബ് ലോകത്ത് നിന്നുള്ള ഒരു എഴുത്തുകാരൻ കേരളത്തെക്കുറിച്ച് എഴുതുന്നു. പിന്നീട് ആ കൃതി മലയാളത്തിലേക്ക് എത്തുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഷാർജ ടു കൊച്ചി എന്ന പുസ്തകം തന്നെ ഒരു തരത്തിലുള്ള സാംസ്കാരിക യാത്ര കൂടിയാണ്. അറബിയിൽ എഴുതപ്പെട്ട ഒരു കഥ മലയാളികളുടെ കൈകളിലെത്തുമ്പോൾ രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണം കൂടിയാണ് നടക്കുന്നത്. ഇനി പുസ്തകത്തിൻ്റെ പേരിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. ഷാർജ ടു കൊച്ചി. ഈ പേര് വളരെ ലളിതമാണ്, പക്ഷേ അതിനുള്ളിൽ ഒരു വലിയ യാത്രയുണ്ട്. ഈ ഷാർജ, കൊച്ചി എന്നീ രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ ഒരു വിമാനയാത്രയ്ക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രം മതിയാകും. എന്നാൽ പുസ്തകം നടത്തുന്ന യാത്ര അതിനേക്കാൾ ദൈർഘ്യമേറിയതാണ്. കാരണം ഇത് വിമാനത്തിൽ നടത്തുന്ന യാത്രയല്ല, രുചിയിലൂടെ നടത്തുന്ന യാത്രയാണ്, ഓർമ്മകളിലൂടെ നടത്തുന്ന യാത്രയാണ്, അനുഭവങ്ങളിലൂടെ നടത്തുന്ന യാത്രയാണ്. ഒരു ഭക്ഷണത്തിൻ്റെ രുചിയിൽ നിന്ന് ഒരു നാടിൻ്റെ കഥയിലേക്ക് എത്തുന്ന യാത്രയാണ്. പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ചില പാചകക്കുറിപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നതും ഈ കൃതിയുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകം കഥ വായിച്ചു തീർക്കുന്ന അനുഭവത്തിൽ ഒതുങ്ങുന്നില്ല.
പുസ്തകത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഭക്ഷണ ലോകത്തെ കൂടുതൽ അടുത്തറിയാനും വായനക്കാരന് അവസരം ലഭിക്കുന്നുണ്ട്. കേരളത്തിലെ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ തനത് വിഭവങ്ങളാണ്. പക്ഷേ ഈ പുസ്തകം നമ്മെ മറ്റൊരു കാര്യം കൂടി ചിന്തിപ്പിക്കുന്നുണ്ട്. ഒരു ഭക്ഷണം ഒരു പ്രദേശത്തിൻ്റെ അടയാളമായി മാറുന്നത് എങ്ങനെയാണ്? ഒരു വിഭവം എങ്ങനെയാണ് തലമുറകളിലൂടെ കൈമാറപ്പെടുന്നത്? ഒരു നാടിൻ്റെ ഭക്ഷണ രീതി എങ്ങനെയാണ് അവിടുത്തെ ചരിത്രത്തോടും സംസ്കാരത്തോടും ബന്ധപ്പെടുന്നത്? ഇത്തരം ചോദ്യങ്ങൾ വായനക്കാരൻ്റെ മനസ്സിൽ സ്വാഭാവികമായി ഉയർത്താൻ ഈ കൃതിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ശാരദ ടു കൊച്ചിയുടെ ഏറ്റവും വലിയ ആകർഷണം തന്നെ ഇതാണ്. വായനക്കാരനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സങ്കീർണമായ അവതരണമല്ല ഇവിടെ കാണുന്നത്. പകരം ഒരു അനുഭവത്തിൽ നിന്ന് മറ്റൊരു അനുഭവത്തിലേക്ക് സ്വാഭാവികമായി നീങ്ങുന്ന ഒരു കഥാപരമായ സമീപനമാണ്. അതുകൊണ്ട് തന്നെ യാത്രാവിവരണങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും ഭക്ഷണ സംസ്കാരത്തിൽ താല്പര്യമുള്ളവർക്കും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത അറബി കൃതികൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ പുസ്തകം വ്യത്യസ്തമായൊരു വായനാനുഭവം നൽകുന്നതാണ്. മറ്റൊരു ശ്രദ്ധേയമായൊരു കാര്യം കൂടി പറയാം. അറബി പതിപ്പായ തമർവൽ മസാല UAE സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വായിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട പുസ്തകമായിരുന്നു എന്നും റിപ്പോർട്ടുകളിലുണ്ട്. അതായത് ഒരു അറബ് എഴുത്തുകാരൻ്റെ കേരളാനുഭവം എന്ന നിലയിൽ മാത്രമല്ല, സാംസ്കാരികമായ ഒരു ഇടപെടൽ എന്ന നിലയിലും ഈ കൃതിക്ക് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ പുസ്തകം ആരൊക്കെയാണ് വായിക്കേണ്ടത്? ഒന്നാമതായി യാത്രയെ ഇഷ്ടപ്പെടുന്നവർ വായിക്കാം. രണ്ടാമതായി ഭക്ഷണ സംസ്കാരവും ഇഷ്ടപ്പെടുന്നവർക്കും വായിക്കാം. മൂന്നാമതായി അറബി സാഹിത്യത്തിൻ്റെ മലയാള പരിഭാഷകൾ വായിക്കാൻ ആഗ്രഹിക്കുന്നവർ. പിന്നെയുള്ളത് കേരളത്തെ മറ്റൊരാളുടെ കണ്ണിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നവർ. ഇവർക്കെല്ലാം ഈ പുസ്തകം നല്ലൊരു അനുഭവമായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ സാധാരണയായി കേരളത്തെ നമ്മുടേതായ കാഴ്ചപ്പാടിൽ നിന്നാണ് കാണുന്നത്. പക്ഷേ ഒരു വിദേശ എഴുത്തുകാരൻ കേരളത്തിലെത്തുകയും അദ്ദേഹം ഇവിടെ ഭക്ഷണം കഴിക്കുന്നു, ആളുകളെ കാണുന്നു, സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു, പിന്നീട് അതെല്ലാം ഒരു കഥയെ എഴുതുന്നു. ആ കഥ മലയാളത്തിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമ്മൾ പരിചിതമായ കേരളത്തെ തന്നെ ഒരു പുതിയ കാഴ്ചപ്പാടിൽ കാണാൻ തുടങ്ങുന്നു. അതുകൊണ്ടാണ് ശാരദ ടു കൊച്ചിയെ വെറുമൊരു പുസ്തകം എന്നതിനേക്കാൾ ഒരു സാംസ്കാരിക അനുഭവം എന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നത്. അവസാനമായിട്ടൊന്ന് പറയാം, ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു അനുഭവം ബാക്കി നിൽക്കണം. ഒരു ചോദ്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഓർമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ അറിവായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തിലേക്കുള്ള യാത്ര ചെയ്യാനുള്ള ആഗ്രഹമായിരിക്കാം. ശാരദ ടു കൊച്ചി വായിച്ചു കഴിഞ്ഞാൽ ബാക്കി നിൽക്കുന്നത് അത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങളാണ്. ഷാർജയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ളൊരു യാത്ര, ഒരു ചെറിയ പാചകക്കുറിപ്പിൽ നിന്ന് ആരംഭിക്കുന്ന അന്വേഷണം, രുചിയിലൂടെ കേരളത്തെ കണ്ടെത്തുന്ന ഒരു എഴുത്തുകാരൻ, അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു കൃതി, ഇതെല്ലാം ചേർന്നാണ് ശാരദ ടു കൊച്ചി എന്ന പുസ്തകം. അപ്പോൾ നിങ്ങൾക്ക് യാത്രയും സാഹിത്യവും ഭക്ഷണ സംസ്കാരവും ഒരുമിച്ച് അനുഭവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പുസ്തകം തീർച്ചയായും പരിചയപ്പെടാവുന്നതാണ്. ഇന്നത്തെ ബാഹിസ് അക്കാദമിയുടെ റിവ്യൂ റൂമിൽ നമ്മൾ പരിചയപ്പെട്ടത് മുഹമ്മദ് നാബുൽസി രചിച്ച് ഡോക്ടർ അബ്ദുൽ ഗഫൂർ ഹുദവി കുന്നത്തൊടി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ശാരദ ടു കൊച്ചി എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇത്തരത്തിലുള്ള പുസ്തക പരിചയങ്ങളും റിവ്യൂകളും തുടർന്നും കാണാൻ ബാഹിസ് അക്കാദമി നിങ്ങൾ പിന്തുടരാൻ മറക്കരുത്. അടുത്തൊരു പുസ്തകവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.